വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് ഷംല. നമുക്ക് ഇന്നൊരു ന്യൂ റീഡിംഗ് എടുക്കാം, പുതിയ റീഡിംഗ് എടുക്കാം. നിങ്ങൾക്ക് ഒരു പുതിയ ന്യൂസ് അടുത്തായി കേൾക്കാൻ പോകുന്നുണ്ട്. ആ ന്യൂസ് എന്താണ്, അതിൻ്റെ കറണ്ട് സിറ്റുവേഷൻ, എനർജി, നിങ്ങൾക്കൊരു പുതിയ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് വരാനുണ്ട്. അതിൻ്റെ കറണ്ട് സിറ്റുവേഷനും എനർജിയും നമുക്ക് നോക്കാം. പ്ലീസ് ടൈറ്റ് മീ യൂണിവേഴ്സ്, പ്ലീസ് ടൈറ്റ് മീ, പ്ലീസ് ടൈറ്റ് മീ യൂണിവേഴ്സ്, പ്ലീസ് ടൈറ്റ് മീ. അതിൻ്റെ കറണ്ട് സിറ്റുവേഷൻ, എനർജി, അതെങ്ങോട്ടൊക്കെ പോകുന്നു, വരുന്ന ആ ന്യൂസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു ആളിൻ്റെയോ എന്തോ ഒന്ന് നിങ്ങൾക്ക് പുതിയതായിട്ടൊരു അറിവ് കിട്ടാൻ പോകുന്നു. അതിൻ്റെ കറണ്ട് എനർജി സിറ്റുവേഷൻ അതെങ്ങോട്ടത്തേക്ക് പോകുന്നു നോക്കാം. അതെന്ത് ന്യൂസാണെന്ന് നമുക്ക് നോക്കാം. പ്ലീസ് ടൈറ്റ് മീ യൂണിവേഴ്സ്, പ്ലീസ് ടൈറ്റ് മീ, പ്ലീസ് ടൈറ്റ് മീ യൂണിവേഴ്സ്, പ്ലീസ് ടൈറ്റ് മീ. നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് എടുക്കാം. ചാരിയറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് കാർഡാണ് ഫസ്റ്റ് കിട്ടിയത്. കറണ്ട് എനർജിയാണ്. കറണ്ട് സിറ്റുവേഷൻ നോക്കാം. 6 of Cups. നമുക്ക് വാണ്ട്സ് ആണ്. ഒരു കാർഡ് കൂടി എടുക്കാം. കിങ് ഓഫ് സോർഡും ആണ് വന്നിരിക്കുന്നത്, 4ാമത്തെ കാർഡ്. ഓക്കെ, നമുക്കൊന്ന് റെസനേറ്റ് ചെയ്ത് നോക്കാം. ഒരു കാർഡ് കൂടി എടുത്തിട്ടുണ്ട്, ഫാമിലി. ഓക്കെ, അങ്ങനെ 5 കാർഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. അങ്ങനെ 5 കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാർഡിൽ പറയുന്നത് നമ്മൾക്ക് പുതുതായിട്ടൊരു ന്യൂസ് കേൾക്കാൻ ഉണ്ട്. അത് എന്താണെന്നുള്ളതാണ് നമ്മൾ യൂണിവേഴ്സുമായിട്ട് ഗൈഡ് ചെയ്യുന്നത്, യൂണിവേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചാരിയറ്റ് എന്നൊരു കാർഡാണ് ഫസ്റ്റ് വന്നത്. പിന്നെ 6 of Cups. ചാരിയറ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അംബിഷൻ, കൺട്രോളിങ്, സെൽഫ് കൺട്രോളൊക്കെ ഉള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഫിനാൻഷ്യൽ സക്സസ്സും കൺട്രോൾ ചെയ്യുന്ന, കൺട്രോളായിട്ടുള്ള ഒരു ഓൺലി കീപ് ആൻ ഐ ഓൺ യു, മൂവിങ് ഓൺ, കൺട്രോളിങ് യുവർ പാർട്ട്ണർ, കൺട്രോൾ ചെയ്യുന്നൊരു എനർജിയാണ്. ഫിനാൻഷ്യൽ സക്സസ്സും പ്രൊമോഷൻ, വിക്ടറി, ലീഡർഷിപ്പൊക്കെ കിട്ടുന്ന ഒരു എനർജിയുള്ളൊരു കാർഡാണ് 6 of Cups എന്ന് പറയുന്നത്. ഒരു നൊസ്റ്റാൾജിക്കാണ്. നമ്മുടെ ബാല്യം, നമ്മുടെ പഴയ കാലത്തിലേക്ക് ഒരു ഓർമ്മ പോകുന്നതാണ് ഇത്. ഈ 6 of Cupsൻ്റെ എനർജി. 3 of Wands ആണ് പിന്നെ വന്നിരിക്കുന്നത്. അത് വിഷണറി ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിട്ട് കിങ് ഓഫ് സോർഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വലായിട്ട് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന, പവർഫുള്ളായിട്ടുള്ള, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, അതോറിറ്റീവ്, ലോജിക്കൽ, ഇമോഷണൽ കൺട്രോൾ ഉള്ള, സീരിയസ് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ലേഡിയാണ്. അത് ഫെമിനിൻ എനർജിയാണ്. ഫെമിനിൻ എനർജിയാണ്. കിങ് ഓഫ് സോർഡാണ് വന്നിരിക്കുന്നത്. ലീഡർഷിപ്പ് പൊസിഷൻ, അതോറിറ്റി റോളൊക്കെ ചെയ്യുന്നൊരു ഇതാണ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഫാമിലിയുടെയാണ് 10 of Cups എന്ന് പറയുന്നത്. ടുഗദർ, ഫാമിലി, ലവിങ് നേച്ചർ, ഇമോഷണൽ, മാരേജ്, വർക്ക് സാറ്റിസ്ഫാക്ഷൻ, ടീം വർക്കായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു എനർജിയാണ്. ഇതിന് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇത് ബേസിക്കലി ഈ കാർഡിനെ നമ്മൾ റെസനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് കേൾക്കാൻ പോകുന്ന, അടുത്തായിട്ട് അറിയാൻ പോകുന്ന ഒരു ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഫാമിലി റിലേറ്റഡ് ആയിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു ഇഷ്യൂ, ശരിയും തെറ്റും അതൊക്കെ പറഞ്ഞ് നിങ്ങളൊരു പ്രോബ്ലംസിലേക്ക് പോകുന്നുണ്ട്. അത് നൊസ്റ്റാൾജിയിലേക്കൊക്കെ പോകുന്നുണ്ട്. നിങ്ങളുടെ വഴക്കിൻ്റെ അല്ലെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നൊസ്റ്റാൾജിക്കാണ്. അന്നേരം അതിൻ്റെ അകത്ത് ഒരു ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ കണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഫാമിലിയിലുള്ളൊരു വിഷയം തന്നെയാണ്. ഭാര്യ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ മക്കൾ തമ്മിലുള്ളതായിരിക്കാം. എന്തായാലും അങ്ങനൊരു
കാര്യമാണ് നിങ്ങൾക്ക് അടുത്തായി സംഭവിക്കാൻ പോകുന്നത് നിങ്ങളെ ലൈഫിൽ. അതിൻ്റെ അകത്ത് ശരിയും തെറ്റും ഒക്കെ നോക്കി അതിന് പക്വതയായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. പാരമ്പര്യം നിലനിർത്തി പോവുക. നൊസ്റ്റാൾജിക്കാണ്, കൈൻഡ് ഓഫ് കെയറിങ്, നൊസ്റ്റാൾജിക്, ജെന്റിൽ, ഇന്നസെൻ്റ് നേച്ചർ ഒക്കെ ഉള്ള ഒരു വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ ഓൾഡ് ഓപ്പർച്യൂണിറ്റീസ്, പാസ്റ്റ് കോണ്ടാക്റ്റ്, അതൊക്കെയാണ് ഫിനാൻഷ്യൽ ഹെൽപ്പൊക്കെ വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അന്നേരം അതിൻ്റെ അകത്ത് ശരിയും തെറ്റും മനസ്സിലാക്കി കൂടുതൽ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫും 2 കുട്ടികളുമാണ് നിൽക്കുന്നത്. അന്നേരം ഒരു ടീം വർക്കാണ്, അതായത് ഒരു ഫാമിലിയിലെ കാര്യങ്ങളാണ് എന്തായാലും ഇതിൻ്റെ റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അടുത്തായിട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്ന, അറിയാൻ പോകുന്നൊരു സംഭവം എന്ന് വെച്ചാൽ എന്തോ ഒരു വലിയ തീരുമാനം നിങ്ങൾ കുടുംബത്തെടുക്കാൻ പോകുന്നു. അത് പാരമ്പര്യത്തെ നിർത്തിയിട്ട് ശരിയും തെറ്റും മനസ്സിലാക്കി ദീർഘവീക്ഷണത്തോടുകൂടി പക്വതയോടുകൂടി എടുക്കുക തീരുമാനം എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. റേക്കി ഹീലിങ്ങും ഓറ സ്കാനിങ്ങും ഞാൻ ചെയ്യുന്നതാണ്. ഈ കാർഡിലെ മൊത്തത്തിലുള്ള ഒരു എനർജി ഫാമിലിയിലെ ഒരു സെലിബ്രേഷനോ എന്തോ ഒന്ന് വരുന്നുണ്ട്. അത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് യുക്തിപരമായിട്ട് ദീർഘവീക്ഷണത്തോടുകൂടി പാരമ്പര്യമൊക്കെ നിലനിർത്തി, അല്ലെങ്കിൽ നമ്മളുടെ പാരമ്പര്യമൊക്കെ കുടുംബത്തിലുള്ള സവിശേഷതകളൊക്കെ നിലനിർത്തി നിങ്ങൾ നൊസ്റ്റാൾജിക് എന്ന് വെച്ചാൽ പഴയ കാലത്തിലുള്ള ആൾക്കാരൊക്കെ ചെയ്തിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. വിഷണറി ആയിട്ട് മുന്നോട്ട് പോവുക. ശരിയും തെറ്റും മനസ്സിലാക്കി ഇൻ്റലക്ച്വലായിട്ട് തീരുമാനമെടുക്കുക. എല്ലാവരും സന്തോഷമായിരിക്കുക. എല്ലാവരും സുഖവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കാം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.